ഹലോ നമസ്കാരം. ഞാൻ ബിന്ദു വിപിൻ. ബിന്ദുസ് സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത് കേട്ടോ. എനിക്ക് ചെറിയൊരു യാത്രയുണ്ടായിരുന്നു തൃശ്ശൂർക്ക്. മോൾക്ക് ഹൈദരാബാദിൽ ജോലി കിട്ടി. അപ്പോൾ അവളെ ഹൈദരാബാദിൽ കൊണ്ടാക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് അവൾക്ക് കുറച്ച് ഡ്രസ് മെറ്റീരിയൽസും ബാഗ്, ചെരുപ്പ് അങ്ങനെ കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട്. അപ്പം ഞാനും ഹസ്ബൻഡും മോളും കൂടിയിട്ട് തൃശ്ശൂർ പോയി കല്യാൺ സിൽക്സിലും പിന്നെ വേറെ കുറേ കടകളിലൊക്കെ കറങ്ങി അവൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. അപ്പോൾ ആ ഒരു തൃശ്ശൂർ യാത്രയും അവിടുത്തെ പർച്ചേസുമാണ് ഇന്ന് ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുതേ. അപ്പോൾ ഞങ്ങളുടെ യാത്രയിൽ നിങ്ങളെയും ക്ഷണിക്കുന്നു, വരൂ. ചേട്ടൻ ഡ്രസ്സൊക്കെ മാറി ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മോള് റെഡിയായി ഇറങ്ങി. വെള്ളം വീണിട്ട് സ്റ്റെപ്പിൽ കുറച്ച് നനവുണ്ട്, അതുകൊണ്ട് അവൾ സൂക്ഷിച്ചാണ് സ്റ്റെപ്പ് ഇറങ്ങുന്നത് കേട്ടോ. അപ്പം ഞാനും ഇതാ റെഡിയായി. അച്ഛനും മോളും കാറിൽ കയറി. ഞാനവിടെ വെയിറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കാറ് പുറത്തേക്ക് എടുത്തിട്ട് എനിക്ക് ഗേറ്റ് അടയ്ക്കണം. ഗേറ്റ് അടച്ചിട്ട് വേണം എനിക്ക് വണ്ടി കയറാൻ. അപ്പം ഞാൻ ഗേറ്റ് അടച്ചിട്ട് ഞാൻ വണ്ടിയിൽ കയറി കേട്ടോ. അപ്പം ഞങ്ങളുടെ തൃശ്ശൂരിലേക്കുള്ള യാത്ര തുടങ്ങി. അച്ഛനും മോളും കൂടി നടത്തിയ ഹൈദരാബാദ് യാത്രയുടെ ഡിസ്കഷനാണ് ഇപ്പം നിങ്ങൾ കേട്ടത്. യൂട്യൂബൊക്കെ നോക്കിയിട്ട് എവിടെയൊക്കെ പോകണം എന്നുള്ളത് നിങ്ങൾ സ്വയം തീരുമാനിക്കണം എന്നാണ് മോള് പറയുന്നത്. അപ്പോൾ അച്ഛൻ പറയണത് ആകെ 3 ദിവസം കാണാനുള്ള സ്ഥലങ്ങളെ ഹൈദരാബാദിലുള്ളൂ, അതിൽ കൂടുതലൊന്നും ഇല്ല. അപ്പോൾ മോളോട് കണ്ടുപിടിച്ച് തരാനാണ് പറയണത്. പക്ഷേ മോള് പറയണത് എനിക്ക് ഭയങ്കര തിരക്കാണ്, എനിക്ക് എൻ്റേതായ കാര്യങ്ങൾ തന്നെ ഒരുപാട് ചെയ്യാനുണ്ട്, അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ സ്വയം ചെയ്യണം എന്നാണ് അവൾ ഞങ്ങളോട് പറയുന്നത്. അങ്ങനെ ഹൈദരാബാദ് ചർച്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ തൃശ്ശൂരിലേക്ക് പോവുകയാണ്. കല്യാൺ സിൽക്സിലേക്കാണ് ഞങ്ങൾ പോയത് കേട്ടോ. പാലസ് റോഡിലുള്ള കല്യാൺ സിൽക്സിലേക്കാണ് പോയത്. അവിടെ ഒരുപാട് സെലക്ഷൻ ഉണ്ട്, എല്ലാതരം ഐറ്റംസും അവിടെ കിട്ടും. അപ്പോൾ അമ്മൂന് ഫോർമൽസ് നോക്കണം, കാരണം IT കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോർമൽസ് നിർബന്ധമാണ്. അപ്പോൾ അവളുടെ ഫോർമൽസ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ധാരാളം സെലക്ഷൻ ഉണ്ട് കേട്ടോ അവിടെ. ഞാൻ ഈ കട വിശദമായിട്ട് ഞങ്ങൾ ചെന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. എല്ലാ ഏരിയയും ഞങ്ങൾ കവർ ചെയ്തിട്ടൊന്നുമില്ല. തൃശ്ശൂരിലുള്ള കല്യാണിൻ്റെ ഏറ്റവും വലിയ ഷോപ്പാണ് ഇത്. അപ്പോൾ അവിടെ തന്നെയാണ് പോയത്, കാരണം ഒരുപാട് ഐറ്റംസ് ഞങ്ങൾക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ഒരു കെട്ടിടത്തിൽ നിന്ന് തന്നെ നമുക്ക് വാങ്ങിച്ച് പോരാലോ, പല പല കടകൾ കയറി ഇറങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ അമ്മു സെലക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഷർട്ടും പാൻറ്റും ഒക്കെ വാങ്ങിക്കുന്നുണ്ട്. പലതും അവൾ സെലക്ട് ചെയ്ത് നോക്കി ഇട്ട് അങ്ങനെയൊക്കെയാണ് അവൾ എടുക്കുന്നത്. അപ്പോൾ ആ ഷർട്ടൊക്കെ എടുത്ത് നോക്കുകയാണ് കേട്ടോ അവൾ. അതിൻ്റെ ഇടയിൽ എനിക്ക് 1-2 കുർത്തിയൊക്കെ ഒന്ന് എടുത്ത് നോക്കി എങ്ങനെയുണ്ടെന്ന്. ഞാൻ പൊതുവെ റെഡിമെയ്ഡ് വാങ്ങൽ കുറവാണ്, പക്ഷേ എന്നാലും അവിടുത്തെ സെലക്ഷനൊക്കെ കണ്ടപ്പോൾ എനിക്ക് 1-2 കുർത്തി വാങ്ങണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കി. ഇപ്പോൾ അമ്മൂന് കുർത്തി വാങ്ങിക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. കുർത്തികളുടെ സെക്ഷനിലേക്ക് അവൾ വന്നു. ഫോർമൽസൊക്കെ അവൾ എടുത്തു. അതിനുശേഷം ഇപ്പോൾ കുർത്തി നോക്കുകയാണ്. അവൾക്ക് ഇഷ്ടപ്പെടുന്ന കുർത്തി നോക്കിയിട്ട് അവൾ സെലക്ട് ചെയ്യുന്നത് നമുക്കൊന്ന് കാണാം. ഓഫീസ് യൂസിനും കൂടി പറ്റുന്ന രീതിയിലുള്ള കുർത്തീസാണ് അവൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് നല്ലൊരു എന്താ പറയുക, നല്ല ക്വാളിറ്റി ഉള്ള നല്ല കുർത്തീസാണ് അമ്മു സെലക്ട് ചെയ്യുന്നത്. എനിക്ക് പറ്റില്ല, പക്ഷെ നിനക്ക് ചേരും. എന്തെടുക്കുകയാണെങ്കിലും ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ അടുത്തത് ഞങ്ങൾ നോക്കുന്നത് പ്രൈസ് ടാഗ് ആയിരിക്കും കേട്ടോ. നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങും എന്നുള്ളതാണ് ആദ്യത്തെ നോട്ടം. പക്ഷേ ഇന്ന് ഞാൻ അമ്മൂൻ്റെ അടുത്ത് പറഞ്ഞു, നീ ബഡ്ജറ്റ് നോക്കണ്ട, കാരണം ഒരു കമ്പനിയിൽ ജോലിക്ക് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ അത്യാവശ്യം വെൽ ഡ്രസ്ഡൊക്കെ ആയിരിക്കണ്ടേ. അപ്പോൾ അവിടെ ബഡ്ജറ്റൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നിനക്ക് ഇഷ്ടപ്പെടുന്നത് നീ എടുത്തോ, ഏതാണെന്ന് വെച്ചാൽ എടുക്ക്, ബഡ്ജറ്റ് നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് വിട്ടിരിക്കുകയാണ്. പക്ഷേ എന്നാലും അവൾ പ്രൈസ് ടാഗ് നോക്കും കേട്ടോ. അവൾ കുറച്ച് പിശുക്കിയാണ്, ഞാനും അത് എൻ്റെ പോലെ തന്നെയാണ് അവളും. അപ്പോൾ അതെല്ലാം നോക്കി അത് കുർത്തി നോക്കൽ കഴിഞ്ഞു. അവൾ ജീൻസിൻ്റെ സെക്ഷനിലേക്ക് എത്തി. അപ്പോൾ 1-2 ജീൻസ് എടുക്കണം. അപ്പോൾ ജീൻസ് സെലക്ട് ചെയ്യുന്ന തിരക്കിലാണ് അമ്മു. ജീൻസിൻ്റെ സെക്ഷനിൽ നിന്ന് പിന്നെ അമ്മു പോയത് ഡെയിലി യൂസിന് പറ്റുന്ന ഡ്രസ്സുകളും നൈറ്റ് വെയേഴ്സും ഒക്കെയാണ് പിന്നെ അവൾ നോക്കിയത്. ധാരാളം സെലക്ഷൻ ഉണ്ട് കേട്ടോ അവിടെ. നല്ല നല്ല നൈറ്റ് വെയേഴ്സും ഡെയിലി യൂസിന് പറ്റുന്ന ഡ്രസ്സുകളും പിന്നെ കുർത്തീസും പല റേറ്റിൻ്റെ ഉണ്ട്. എനിക്കെന്തായാലും നല്ല ഇഷ്ടമായി ഇവിടുത്തെ. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തു, കാരണം നല്ല രസമുള്ള കുർത്തികളൊക്കെ അല്ലേ കാണുന്നതിൽ. എന്ത് രസമാണ് കാണാൻ.
ഇതൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കും തോന്നി 1-2 ഡ്രസ്സ് എടുക്കണം എന്ന്. അങ്ങനെയാണ് ഞാൻ 2 കുർത്തി എടുത്തത്. അമ്മ ഇവിടെ പൊരിഞ്ഞ സെലക്ഷനിലാണ് കേട്ടോ. പാൻറ്റ് നോക്കുകയാണ്, വീട്ടിലിടാനുള്ള ഡെയിലി വിയേഴ്സിന് പറ്റുന്ന പാൻറ്റ്. അത് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കുറേ എണ്ണം ഇഷ്ടപ്പെട്ടു. പക്ഷെ അവൾ 2-3 എണ്ണം എടുത്തുള്ളൂ, അധികമൊന്നും എടുത്തില്ല. അമ്മു ഡെയിലി യൂസിൻ്റെ ഡ്രസ്സ് എടുക്കണം കണ്ടപ്പോൾ എനിക്കും തോന്നി 2 നൈറ്റി എടുത്തേക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ പോയി നൈറ്റി സെക്ഷനിൽ പോയി നോക്കിയപ്പോൾ അവർ ആദ്യം എനിക്ക് കാണിച്ചു തന്ന നൈറ്റിയൊക്കെ അവർ പറഞ്ഞു 600-700 രൂപയുടെ നൈറ്റിയാണ്. ഞാൻ പറഞ്ഞു അത്രയും വില കൂടി നൈറ്റിയൊന്നും എനിക്ക് വേണ്ട, എനിക്കൊരു 300-400, അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് പോകാൻ പറ്റില്ല. അതിനുള്ളിൽ നിൽക്കുന്ന നൈറ്റി ഉണ്ടെങ്കിൽ കാണിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ അവരെനിക്കതിന് ഉള്ളിൽ നിൽക്കുന്ന നൈറ്റി കാണിച്ചു തന്നു കേട്ടോ. ഇതാ ഇതിൻ്റെ റേറ്റ് വരുന്നത് 300-350 അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു, എനിക്ക് ശരിക്കും ഓർമ്മയില്ല. എന്തായാലും അത്ര വലിയ വിലയൊന്നുമില്ല, കുഴപ്പമില്ലാത്ത നൈറ്റി ആയിരുന്നു, നല്ല നൈറ്റി ആയിരുന്നു കേട്ടോ. അപ്പം ഞാനത് നോക്കി, എനിക്കിഷ്ടമായി. അങ്ങനത്തെ നൈറ്റികൾ കൊള്ളാം, നന്നായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് നോക്കുകയാണ്, എനിക്ക് പാകമാവുമോ അതോ ടൈറ്റ് ആവുമോ എന്നൊക്കെ നോക്കിയതാണ്. കുഴപ്പമില്ല. ചേട്ടൻ അവിടെ വന്ന് നിന്ന് എന്തോ കമൻറ്റ് പറഞ്ഞ് ചിരിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സെലക്ട് ചെയ്തു, ഡ്രസ്സുകളൊക്കെ സെലക്ട് ചെയ്ത് എല്ലാം വാങ്ങി ബില്ലിംഗ് സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. സാധനങ്ങൾ കൂടുതൽ വാങ്ങുന്നവർക്ക് അവർ ബാഗ് കൊടുക്കുമെന്ന് തോന്നുന്നു. അങ്ങനെ അവർ തന്നെ ബാഗിലാക്കി തന്നു. അപ്പോൾ ആ ബാഗും കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വണ്ടിയിലേക്ക് പോവുകയാണ്. അടുത്തത് ഞങ്ങൾ കയറിയത് ബാഗും പേഴ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിക്കാനാണ് കേട്ടോ. ചേട്ടനൊരു ഷോൾഡർ ബാഗ് വാങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഹൈദരാബാദിൽ പോകുമല്ലേ, ഒരു ഷോൾഡർ ബാഗ് ഇരിക്കട്ടെ. കാരണം ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ ബാഗിൽ വെക്കണമല്ലോ. അപ്പോൾ അതിനൊരു ബാഗ്, ഷോൾഡർ ബാഗ് ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ട് ഷോൾഡർ ബാഗ് നോക്കി. അപ്പോൾ ഈ ബാഗാണ് എനിക്കിഷ്ടമായത് കേട്ടോ. അപ്പോൾ ഈ ബാഗ് മതി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ബാഗ് സെലക്ട് ചെയ്തു. ബാഗ് വാങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് പേഴ്സ് വാങ്ങാൻ പോയി. എൻ്റെ പേഴ്സൊക്കെ ഏകദേശം കേട് വന്നിരുന്നു. ഈ പേഴ്സാണ് കേട്ടോ ഞാൻ എടുത്തത്. ഇതുപോലെ ഉണ്ട്, കയ്യിലുണ്ട്, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പേഴ്സും ബാഗൊക്കെ സെലക്ട് ചെയ്ത് ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിലേക്ക് എത്തിയപ്പോഴേക്കും അമ്മു കോസ്മെറ്റിക്സ് കുറേ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവളത് സെലക്ട് ചെയ്യുന്ന സമയം കൊണ്ടാണ് ഞങ്ങൾ പോയിട്ട് പേഴ്സും ബാഗൊക്കെ സെലക്ട് ചെയ്തത് കേട്ടോ. കാരണം വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചു. അവൾക്ക് കൊണ്ടുപോകാനുള്ള കുറേ ഐറ്റംസാണ്. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എനിക്കൊന്നും അറിയില്ല, കുറേ സംഭവങ്ങളുണ്ട്. അതിൻ്റെ അടിയിലൊക്കെ കുറേ ഉണ്ട് കേട്ടോ, അവൾക്ക് മേടിച്ചുകൊണ്ട് പോകാനുള്ളതാണ്. അപ്പം അങ്ങനെ എല്ലാം കൂടി ഞങ്ങൾ ബില്ലൊക്കെ കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ പോയത് അമ്മൂന് പേഴ്സ് വാങ്ങിക്കാനാണ്. അമ്മൂന് ആ കടയിൽ പേഴ്സ് കിട്ടിയില്ല, വേറെ കടയിൽ പോയി. അവിടെ അവൾ ഇഷ്ടപ്പെട്ട ഒരു പേഴ്സ് അങ്ങേര് അതിന് വള്ളിയിട്ടുകൊണ്ടിരിക്കുക. ആ സമയത്ത് അവൾ വേറെ പേഴ്സുകൾ തപ്പുകയാണ്. ഇനി അതിനേക്കാൾ നല്ലത് കിട്ടുമെന്നാണ് അവൾ നോക്കണത്. പക്ഷേ ഇല്ല, ഇത് തന്നെയായിരുന്നു നല്ല പേഴ്സ്, ഇത് തന്നെ മതി എന്ന് പറഞ്ഞിട്ടൊരു പേഴ്സ് അല്ല, പേഴ്സായിട്ടും യൂസ് ചെയ്യാം, വേണമെങ്കിൽ ഹാൻഡ് ബാഗായിട്ടും യൂസ് ചെയ്യാം, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. നല്ലതായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അവളിപ്പോൾ അതിട്ടിട്ട് കണ്ണാടിയുടെ മുമ്പിലേക്ക് ഭംഗി നോക്കാൻ പോവുകയാണ്. അതിട്ടിട്ട് എങ്ങനെയുണ്ട് എന്ന് നോക്കാൻ പോവുകയാണ്. നോക്കി വന്നു, ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങളുടെ പർച്ചേസൊക്കെ കഴിഞ്ഞു. അമ്മൂന് ചെരുപ്പ് കിട്ടിയില്ല അവിടുന്ന്, പിന്നെ 1-2 ഐറ്റംസ് കൂടി കിട്ടിയില്ല. പക്ഷേ അപ്പോഴേക്കും രാത്രിയായി, ഒരുപാട് ലേറ്റായി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ച് കൊടകരയിലേക്ക് പോരുകയാണ്. അപ്പോൾ ഇവിടെ വെച്ച് ഞാൻ എൻ്റെ ഈ വ്ളോഗ് നിർത്തുകയാണ്. അപ്പോൾ ഇനി ഹൈദരാബാദ് യാത്രയും അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം, ഹൈദരാബാദിലെ വിശേഷങ്ങളും എല്ലാമായിട്ട് ഞാൻ വീണ്ടും വരും കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങളിൽ യാത്രാ വീഡിയോസാണ്. അപ്പോൾ എല്ലാവരും ഇത് കാണണം, കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണം. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.